പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു ഫോണ്ടന്റിൽ ചെറിയൊരു സംഭവം പരീക്ഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സംഭവ വികാസങ്ങളൊക്കെ ഞാനൊന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണുക. എന്താ പറയുക, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. സിമ്പിളാണെന്ന് കരുതിയിട്ട് ഞാൻ തുടങ്ങിയതാണ്. ഓക്കെ, നമുക്ക് ബാക്കി വീഡിയോയിലൂടെ പറയാം. അതല്ല എൻ്റെ ഒരു രസം. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എല്ലാവരും ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് സംഗതി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അതായത് കേക്ക് അതിൻ്റെ ഫോണ്ടൻ്റ് വർക്കും കാര്യങ്ങളെല്ലാം ഒരു വല്ലാത്തൊരു ഭ്രാന്ത്, അതിനോട് വല്ലാത്തൊരു ഭ്രാന്ത് തോന്നി തുടങ്ങിയ ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ കാണുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണും. അപ്പോൾ ചിലതൊക്കെ മൈൻഡിൽ ഇങ്ങനെ നിൽക്കും, ചിലതൊക്കെ അങ്ങ് വിട്ടുപോകും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഒരു മൈൻഡിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഏതോ ഒരു ഇംഗ്ലീഷുകാർ ചെയ്തതാണ്. അവർ വളരെ സിമ്പിളായിട്ട് നല്ല സ്പീഡിൽ ചെയ്തിട്ട് അങ്ങനെ വിട്ടിട്ട് പോയൊരു സാധനമാണ്. അപ്പം ഞാൻ അതൊന്ന് ഉണ്ടാക്കാനൊന്ന് ശ്രമിച്ചു നോക്കിയതാണ്. കുറച്ച് ഫോണ്ടൻ്റ് എടുത്തിട്ട് യെല്ലോ കളറും ചേർത്തിട്ട് ഈ ഒരു രീതിയിൽ. അതിപ്പോൾ എന്താ പറയുക, ഞാൻ എൻ്റെതായ ഒരു ഇതിൽ ഞാൻ ചെയ്തു നോക്കുകയാണ്. പണ്ട് കണ്ടിട്ട് കുറേ ആയിപ്പോൾ ആ വീഡിയോയും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്നൊന്ന് ഏകദേശം ഒരു മെമ്മറിയിലുള്ളത് വെച്ചിട്ടൊന്ന് ചെയ്തു നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിലും കാര്യങ്ങളിലൊക്കെയാണ് ഏകദേശം ഇങ്ങനെ ഒരു ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അവർ ചെയ്യുന്നത് അവരെ ഫോണ്ടൻറ്റും കാര്യങ്ങളും എന്താണെന്നുള്ള ഭയങ്കര ഷാർപ്പ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്നാലും ഓക്കെ, നമുക്കത് ചെയ്ത് നോക്കാമല്ലോ. അങ്ങനെയല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കുക. നമുക്കെല്ലാം നമ്മൾ പഠിച്ചിട്ടൊന്നും വരുന്നൊന്നുമല്ലല്ലോ. നമ്മൾ ഓരോന്ന് ചെയ്ത് നോക്കുക. ഇതേപോലെ ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് വെച്ചപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും സംഭവമായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അല്ലേ? അല്ല, ഞാനും അത് ഈ ഒരു ഷേപ്പിലൊക്കെ അവർ ഇംഗ്ലീഷുകാരൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഞാനും വേറെ രീതിയിൽ തന്നെയാണ് പോയത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വാഭാവികമായി എല്ലാവരും ചിന്തിക്കുന്നത് ഏതോ ഒരാൾ മുട്ടുകുത്തി നിൽക്കുന്നതോ ഇനി അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് തല വരുന്നോ എന്തൊക്കെയോ ആയിരിക്കാം. പോട്ടെ, അതൊന്നും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിത് ഇങ്ങനെ എല്ലാം ചെയ്തിട്ട് ഈ ഒരു സംഭവം കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത എന്താ പറയുക, അത്യാവശ്യം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക. കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഫോണ്ടൻ്റ് വർക്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു രൂപം ഉണ്ടാക്കി എടുക്കണമെങ്കിലല്ലേ കുറേ പണിയുണ്ട്. ഉരുട്ടി കൈയും കാലും എല്ലാം വെവ്വേറെ ഷേപ്പ് ഉണ്ടാക്കി അല്ല ജോയിൻ്റ് ആക്കി മണിക്കൂറുകൾ കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെയ്തൊന്ന് എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു സംഗതിയാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ സക്സസ് പെട്ടെന്നാവുമായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഒരുപാട് സമയമൊന്നും എടുത്തിട്ടില്ല, ചെറിയ സമയം കൊണ്ട് നമ്മൾ ചെയ്തെടുത്തില്ല. അപ്പോൾ ഇവിടെ വേറൊരു സാധനം വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഏകദേശം റെഡി ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അടുത്തത് കുറച്ച് ഫോണ്ടൻ്റ് എടുത്തിട്ട് എന്താ പറയുക, കുഴച്ച് ഉരുട്ടി പരത്തി നല്ല വൃത്തിയിൽ റൗണ്ട് ഷേപ്പൊക്കെ ആക്കിയിട്ട് ഒരു കത്തി എടുത്തിട്ട് ഈ 2 സൈഡിലും ഇങ്ങനെ നീളത്തിലൊരു മുറിവ് വെച്ച് കൊടുത്തു. ഇനിയാണ് ഇതിൻ്റെ ബാക്കി പരിപാടി. അപ്പോൾ ഈ 2 ഭാഗത്തു നിന്ന് എടുത്തിട്ട് ഇങ്ങനെ വളച്ച് കുത്തിയിട്ട് എടുത്തിട്ട് ബാക്കോട്ടേക്ക് വെച്ച് ആ ഒരു സംഗതി അവിടെ വെച്ച് ഇനിയാണ് ഇതിൻ്റെ ബാക്കി കലാപരിപാടി. അപ്പോൾ ഈ സാധനത്തിന് നമ്മൾ ഉരുട്ടി അങ്ങ് കയറണം, അങ്ങ് മേലെ പോകണം. പക്ഷെ അവിടെ എത്തിയറിയാൻ എനിക്ക് എന്തോ ഒരു പന്തികേട്. ഇതിപ്പോൾ എന്താ പറയുക, ഫോണ്ടിന് കുറച്ച് കട്ടിയായിപ്പോയോ, പരത്തിയത് ശേഷം കൂടി നൈസാക്കിയിട്ട് വേണം എന്നൊരു തോന്നൽ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു രീതിയിലേക്ക് എനിക്ക് എന്തിട്ടും കിട്ടുന്നില്ല. ഈ ഒരു എഡ്ജൊക്കെ കുറച്ച് നീളം വേണം, എന്നാലേ നമുക്കത് ജോയിൻ്റ് ചെയ്യുമ്പോൾ അടി ഉണ്ടാവും. അയ്യോ, അത് വൃത്തിയായിട്ടല്ലേ പോയി, അത് പണി കളി. അപ്പോൾ നമ്മൾ അടുത്തത് ഒന്നുകൂടി പരത്തി അതിന് റൗണ്ട് ഷേപ്പ് മാറ്റിയിട്ട് കുറച്ചും കൂടി ഒന്ന് നീട്ടി പരത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ അകത്ത് കളി നോക്കാം. അങ്ങനെ നമുക്ക് എന്താ പറയുക, നമ്മൾ അങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ. അത് എൻ്റെ ഒരു ഇതാണ്. നമ്മളൊന്ന് ചെയ്യുകയാണെങ്കിൽ അതിന് ഏകദേശം ഒരു രൂപത്തിലെങ്കിലും നമുക്ക് എത്തിക്കാൻ പറ്റണം. അങ്ങനെ പിന്മാറുന്ന പരിപാടി അതത്ര ശരിയല്ല. അപ്പോൾ രണ്ടാമത്തെ ശ്രമം ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇതിന് നേരത്തെ പോലെ ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ ഈ ഒരു സാധനം ആ ഒരു കുറച്ച് നീളത്തിൽ പുറത്തോട്ടേക്ക് നമുക്ക് കിട്ടണം, എന്നാലാണ് വളച്ചെടുത്തിട്ട് കൊണ്ടുവരാൻ പറ്റുക. അയ്യോ, ഇതൊരു വല്ലാത്ത എന്തൊക്കെയോ രൂപം പോലെ ഇതിൻ്റെ
അടിഭാഗത്തൂടെ ഈ ഒരു ഷേപ്പിൽ ആണ് നമുക്കതിനെ കിട്ടേണ്ടത്. അതും പോട്ടെ. അപ്പോൾ 1 പേച്ചാൽ 3 എന്നാണല്ലോ. അപ്പോൾ മൂന്നാമത്തത് കുറച്ചുകൂടി നൈസായിട്ട് പരത്തിയെടുത്ത് എന്നിട്ട് ഇതാ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കിയാലോ. അപ്പോൾ ഈ 2 സാധനം എടുത്തിട്ട് നല്ല ഓടിച്ച് തിരിച്ച് വളച്ച് ബാക്കോട്ടേക്ക് വെച്ച് കൊടുക്കുക. അത് ഇതായി ഈ ഒരു രീതിയിലാണ് ബാക്കോട്ടേക്ക് പോകുന്നത്. ഓക്കെ, സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേക്കിൻ്റെ മേലെയൊക്കെ വല്ലപ്പോഴും ഒക്കെ വെക്കേണ്ടി വരും. ചെറിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു സംഗതിയാണല്ലോ. അപ്പോൾ നമുക്കിതാ ഈ ഒരു രീതിയിൽ ബാക്കോട്ടേക്ക് വെക്കുക. ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് നല്ലൊരു നീറ്റിൽ അവിടെ എടുത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഈ സാധനം എന്താ നല്ല നൈസായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക നല്ല സ്മൂത്തായിട്ട് അതിനെ ഉരുട്ടി കൊണ്ടുപോകാൻ പറ്റും. ഉരുട്ടി കൊണ്ടുപോകുമ്പോൾ ഈ ഒരു സൈഡ് ഭാഗത്തേക്ക് കുറച്ചൊന്ന് പ്രസ് ചെയ്തൊന്ന് നീട്ടി വലിച്ചു കൊടുത്താൽ മതി, സൈഡ് ഭാഗം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ആവശ്യം വരും. അത് കിട്ടാത്തതാണ് നേരത്തെയൊക്കെ 2 പ്രാവശ്യം ചെയ്തപ്പോഴും ഫോൾ ആയത്. ഇത് കണ്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല, മൊബൈൽ ഫ്രെയിമിൽ നിന്ന് ഔട്ടായിപ്പോയി. എന്നാലും വേറെ പ്രശ്നമൊന്നുമില്ല. അതാ ഈ ഒരു ഷേപ്പിലാണ് നേരത്തെ ഒട്ടിക്കുന്നത് കണ്ടല്ലോ, വളക്കുന്നത് കണ്ടല്ലോ, ഈ ഒരു ഷേപ്പിൽ വളച്ച് അങ്ങനെ അവസാനം ഏകദേശം ഒരു രൂപത്തിൽ നമുക്കതിനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സംഗതി ഏകദേശം റെഡിയായി. അപ്പോൾ ഇതിൻ്റെ ഷാർപ്പായിരിക്കുന്ന സംഭവങ്ങളെല്ലാം അങ്ങനെ തന്നെ വെക്കണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെക്കാമല്ലോ, ഒന്നും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ അതിനൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് 2 നമ്മളെ ചെവിയാണ്. ആ 2 ചെവി എടുത്തിട്ട് മുമ്പോട്ടേക്ക് മടക്കി അവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു സംഗതി റെഡിയായി. ഇനി എന്താണ് ഇതിൽ വേണ്ടേ? നമുക്ക് കുറച്ചുകൂടി ഒന്ന് അതിനെ ഫിനിഷിങ്ങിലേക്ക് എത്തിക്കണ്ടേ, ഏകദേശം ഒരു നല്ലൊരു രൂപത്തിലേക്ക് എത്തണ്ടേ. അപ്പോൾ കുറച്ച് സംഭവങ്ങളും കൂടി ഇതിൽ വെക്കാറുണ്ട്. അപ്പോൾ ചെറിയൊരു പീസ് റെഡ് കളറ് ചേർത്ത ചെറിയൊരു ഫോണ്ടൻ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു നാവ് വെച്ച് കൊടുക്കുക. ഇപ്പോഴേ അത് എന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്നത് പോലെയുണ്ട്. കാരണം എത്ര സമയമാണ് എന്നെ അത് കളിപ്പിച്ചത്. ആകെ ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട സംഭവമാണ്. പോട്ടെ. അപ്പം ഇതിന് കണ്ണും മൂക്കിൻ്റെ ഇടയ്ക്ക് ഒരു കുത്തും വെച്ച് കൊടുക്കാനുണ്ട്. അതിനെന്ത് ചെയ്ത് ഫോണ്ടൻ്റ് എടുത്തില്ല, നമ്മുടെ ഡാർക്ക് ചോക്കോ ചിപ്സ് ഇല്ലേ, അതെടുത്തിട്ട് അവിടെ വെച്ച് കൊടുത്തു. കാരണം ഇത് ഓർഡർ ആയാലും ഈ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല റൗണ്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടി. കണ്ടാ, നായ്ക്കുട്ടി എന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്ന ഇത്ര സമയവും എന്നെ കളിപ്പിച്ചതിന്. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. നമ്മളിതാ ആ സ്ഥലത്തേക്ക് ഇതിൻ്റെ തലയെടുത്തിട്ട് അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ, സംഭവം അത്രയേ ഉള്ളൂ. ഇതിനാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് നേരം മെനക്കെട്ടത്. അപ്പോൾ ഇതേപോലെയുള്ള പല പല വീഡിയോസും നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ കാണുമ്പോൾ വിചാരിക്കുക വളരെ സിമ്പിളാണെന്ന്. അത്യാവശ്യം സിമ്പിളൊക്കെ തന്നെയാണ്, നമുക്കതിൻ്റെ ഒരു ടെക്നിക്ക് കിട്ടിയാൽ. അപ്പോൾ അതിലൊക്കെ വളരെ സ്പീഡ് ചെയ്യുന്നുണ്ടാവും. നമുക്കിതിന് സ്പീഡാക്കിയിട്ട് കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ സംഭവം സ്പീഡായി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, അടുത്തുള്ള ബെൽ ബട്ടണൊക്കെ അടിച്ച് പൊളിച്ചളേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ തൽക്കാലം ഇന്നത്തേക്ക് ടാറ്റ ബൈ.